ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഈ വർഷത്തെ നീറ്റ് എക്സാം എഴുതിയ സ്റ്റുഡൻസിനുള്ള ഡൗട്ടാണ്, റിപ്പീറ്റ് ചെയ്യണോ, ഇനി റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ തന്നെ ഓൺലൈൻ പഠിക്കണോ ഓഫ്ലൈൻ പഠിക്കണോ, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചേരും, അങ്ങനെയുള്ള കുറച്ച് ഡൗട്ട്. ഈ വീഡിയോയിൽ അങ്ങനത്തെ കുറച്ച് ഡൗട്ടുകളാണ് ഞാൻ ക്ലിയർ ചെയ്ത് തരാൻ പോകുന്നത്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും പറയാൻ പോകുന്നത്. ആദ്യം തന്നെ എൻ്റെ ഈ വർഷത്തെ നീറ്റ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് വേണ്ടത്ര രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത വെച്ച കുറേ മിസ്റ്റേക്കുകൾ തന്നെയാണ്. ഇതൊക്കെ ഞാൻ റെക്ടിഫൈ ചെയ്ത് വന്നപ്പോഴത്തേക്കും ലാസ്റ്റും ആയി കഴിഞ്ഞു. ഇനി അപ്പോൾ റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി ഇനിയിപ്പം മൂവ് ഓൺ ചെയ്യുക, അത് തന്നെയുള്ളൂ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ. ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത്. അതും തന്നെ ഓൺലൈൻ പഠിക്കണോ ഓഫ്ലൈൻ പഠിക്കണോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് അത് നിങ്ങൾ ചൂസ് ചെയ്യുക. പെട്ടെന്ന് ചാടിക്കയറി ഓഫ്ലൈൻ പോകാം അല്ലെങ്കിൽ ഓൺലൈൻ പഠിക്കാൻ ഒരിക്കലും നിങ്ങൾ വിചാരിക്കില്ല. കുറേ നേരം ഇരുന്ന് ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ് ഓൺലൈൻ പോകണോ ഓഫ്ലൈൻ പഠിക്കണോ എന്നുള്ളൊരു കാര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുവാണെങ്കിൽ, ഞാൻ 10th തൊട്ട് 12th വരെ ഓൺലൈനായിട്ടായിരുന്നു ട്യൂഷൻസൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഓൺലൈനായിരുന്നു. ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ഇരുന്ന് പഠിച്ചതുകൊണ്ട് തന്നെ ഭയങ്കര കംഫർട്ട്. പെട്ടെന്നൊരു ഓഫ്ലൈനിലോട്ട് മാറിയപ്പം ആ ഒരു ചേഞ്ച് ഒന്ന് അഡാപ്റ്റ് ചെയ്ത് വരാൻ തന്നെ കുറേ സമയം എടുത്തു. അതുകൊണ്ട് നന്നായിട്ട് ആലോചിച്ച് വേണം ഓൺലൈൻ പഠിക്കണോ അതോ ഓഫ്ലൈൻ പഠിക്കണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുടെ കംഫർട്ട് ഏതാണോ അത് വേണം പ്രിഫർ ചെയ്യാൻ. അല്ലാതെ ഓഫ്ലൈനിൽ പോയാൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഓൺലൈൻ ഇരുന്നാൽ മാർക്ക് കിട്ടത്തില്ല, അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടായിട്ട് പഠിക്കാൻ പറ്റുന്നത് അത് നിങ്ങൾ ചൂസ് ചെയ്യുക. നെക്സ്റ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചേരണം. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഒരു 40 to 50% അല്ലാതെ 100% അവർക്ക് എന്താ പറയുന്നത്, ഒരു കാര്യം ചെയ്തു തരാൻ പറ്റത്തില്ല. അവരുടെ പരമാവധി പറയുമ്പോൾ ഒന്നുകിൽ ഒരു 50% വരെ പറ്റത്തുള്ളൂ. ബാക്കി 50% നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്ക് അനുസരിച്ചിരിക്കും നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാൽ എനിക്ക് നന്നായിട്ട് മാർക്ക് മേടിക്കാൻ പറ്റും, അത് പറ്റത്തില്ല, അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കുക വേണ്ട. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാലും എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ, ഓഫ്ലൈൻ പഠിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ മെൻറ്റർഷിപ്പും കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്. ഞാൻ ചേർന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മെൻറ്റർഷിപ്പ് എന്ന് പറയുന്നത് വേഴ്സ്റ്റ് ആയിരുന്നു. എനിക്ക് ഏറ്റവും വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ മെൻറ്റർഷിപ്പായിരുന്നു. പിന്നെ ഹോസ്റ്റലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹോസ്റ്റൽ വാർഡനായാലും മെൻറ്ററായാലും രണ്ടും സമപ്രായക്കാരായതുകൊണ്ട് തന്നെ അതിന് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് മെൻറ്റർഷിപ്പിന് ഒരു മാർക്ക് ഇടാൻ പറഞ്ഞാൽ ഞാൻ 0 മാർക്ക് എനിക്ക് ഇടാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെ ഫാക്കൽറ്റീസിൻ്റെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലക്ക് അനുസരിച്ചാണ്. ഇപ്പം എല്ലാ ഫാക്കൽറ്റീസും പഠിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാവണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പം ചിലർ പഠിപ്പിക്കുന്നത് മനസ്സിലാവും, ചിലർ പഠിപ്പിക്കുന്നത് മനസ്സിലാവത്തില്ല. അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ ലക്കാണ് നമുക്ക് നല്ലൊരു മെൻറ്ററിനെ കിട്ടുന്നതും നല്ലൊരു ഹോസ്റ്റലിൽ എത്തിപ്പെടാൻ പറ്റുന്നതും പിന്നെ നല്ല ഫാക്കൽറ്റീസിനെ കിട്ടുന്നതുമൊക്കെ. ഇപ്പം ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാലും, ഇന്നതൊന്നും എടുത്ത് പറയുന്നില്ല, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാലും നമ്മുടെ ലക്കാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ ലക്ക് അത്ര പോരായിരുന്നു. എൻ്റെ മെൻറ്റർ തീരെ കൊള്ളില്ലായിരുന്നു, ഒരു ഹെൽപ്പും ഇല്ലായിരുന്നു. ഇപ്പം ഞാൻ സ്ട്രെസ്സൊക്കെ ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു തരത്തിലും അവരുടെ ഭാഗത്തുനിന്ന് എന്താ പറയുക, ഒരു മോട്ടിവേഷൻ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓഫ്ലൈൻ പോവുകയാണെങ്കിൽ ഇതൊന്നും എക്സ്പെക്റ്റ് ചെയ്ത് നിങ്ങൾ പോകരുത്. ആരും നിങ്ങൾ മൈൻഡ് വെക്കാതിരിക്കാമെന്നുണ്ടെങ്കിൽ പോകാം. ഞാൻ നേരത്തെ പറയുന്നത്, ഈ വീഡിയോ ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, അവിടെ ചെന്നിട്ട് അയ്യോ മെൻറ്റർ കൊള്ളത്തില്ല, ഫാക്കൽറ്റീസ് കൊള്ളത്തില്ല എന്ന് വരുമ്പം നിങ്ങൾ ഡൗൺ ആവാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പം അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ഇപ്പം മെൻറ്റർ പോരെങ്കിൽ നിങ്ങളത് അഫക്റ്റ് ചെയ്യത്തില്ല. അല്ലാതെ പോകുമ്പോഴാണ്, നമ്മൾ അമിത പ്രതീക്ഷ വെച്ചിട്ട് പോകുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. പിന്നെ എല്ലാ സബ്ജക്റ്റിനും ഈക്വലായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബയോളജി എളുപ്പമാണ്, ഫിസിക്സ് ടഫാണ്, എന്നാൽ ഫിസിക്സിന് കൂടുതൽ സമയം എടുത്ത് ചെയ്യാം എന്നൊന്നും ഒരിക്കലും വിചാരിക്കല്. 3 സബ്ജക്റ്റിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പഠിക്കാതിരിക്കാൻ. പിന്നെ നെക്സ്റ്റ് ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഒരു ഇക്വേഷൻ ബുക്ക് ഫിസിക്സിന് മസ്റ്റായിട്ട് വേണം. നിങ്ങളിപ്പോൾ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ അതിലുള്ള ഇക്വേഷൻസ് കംപ്ലീറ്റ് ആ ബുക്കിൽ എഴുതി വെക്കുക. എന്നിട്ട് അത് ഡെയിലി റീഡ് ചെയ്ത് നിങ്ങളുടെ മൈൻഡിലത് ഫീഡാക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഇക്വേഷൻസ് മറന്നു പോകാതിരിക്കും. ഞാനൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ചാപ്റ്റർ നന്നായിട്ടൊന്ന് പഠിച്ചിട്ടും
2-3 മാസം ഒരു എക്സാമിൻ്റെ സമയമൊക്കെ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് ഫുൾ ബ്ലാങ്ക് ആയിരുന്നു. ഇതൊക്കെ ഞാൻ പഠിച്ചതാണോ എന്ന് തന്നെ തോന്നിപ്പോയി. ആ സമയത്തായിരുന്നു ഞാൻ ഇക്വേഷൻ ബുക്ക് ഉണ്ടാക്കിയത്. അതെനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുന്നത്, പെട്ടെന്ന് അത് എല്ലാം പഠിക്കാനൊക്കെ പറ്റും. പെട്ടെന്ന് ഇക്വേഷൻസ് ഇങ്ങനെ റിവൈസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ തലയിൽ കുറേ കാര്യം നമ്മൾ പണ്ട് ചെയ്ത പ്രോബ്ലംസ് ഒക്കെ ഇങ്ങനെ വരും. അതുകൊണ്ട് തന്നെ ഇക്വേഷൻ ബുക്ക് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ തയ്യാറാക്കണം. ആദ്യം മുതലേ നിങ്ങൾ ഇക്വേഷൻ ബുക്ക് പ്രിപ്പയർ ചെയ്ത് പോകണം. എന്നാൽ മാത്രമേ ലാസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഉപകാരം വരത്തുള്ളൂ. അത് എല്ലാ ദിവസവും അത് റിവൈസ് ചെയ്താണ് നിങ്ങൾ പോകാൻ. അടുത്ത കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ടൊന്ന് പഠിക്കുക. ഒരു ദിവസം പോലും നിങ്ങൾ ഉഴപ്പാൻ പാടില്ല. ഇപ്പോൾ എൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ദിവസം ഞാൻ ചിലപ്പം 10 മണിക്കൂർ പഠിക്കും, അടുത്ത ദിവസം ചിലപ്പോൾ 8 മണിക്കൂറേ പഠിക്കത്തുള്ളൂ. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യില്ല. കറക്റ്റ് ഒരു ടൈം ടേബിൾ വെച്ചിട്ട് കാര്യങ്ങൾ കറക്റ്റായിട്ടത് ഫോളോ ചെയ്ത് വേണം പോകാൻ. എന്നാൽ നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നീറ്റിൽ നന്നായിട്ട് പെർഫോം ചെയ്യാം. ഈ വർഷത്തെ ഒരു എക്സാമും ആ ഒരു മാർക്കും ഒക്കെ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കട്ട് ഓഫ് നന്നായിട്ട് ഉയരാൻ സാധ്യതയുണ്ട്. നമ്മൾ അത്രത്തോളം പഠിച്ചാലേ നമുക്ക് ഇനി ഒരു അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ 100% കൊടുത്ത് ഹാർഡ് വർക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് മൈൻഡ് ഫുള്ള് ഔട്ടായി പോകാറുണ്ട്. കാരണം വേണ്ടായിരുന്നൊക്കെ തോന്നി. ഇപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ കുറേ സമയം ഞാൻ കളഞ്ഞിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. വേണ്ടായിരുന്നു, എന്നെക്കൊണ്ട് പറ്റത്തില്ല. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെക്കൊണ്ട് പറ്റത്തില്ല. പക്ഷെ നിങ്ങളെക്കൊണ്ട് പറ്റുമെന്നൊരു തോന്നൽ വന്നാൽ ഉറപ്പായിട്ട് നിങ്ങളെക്കൊണ്ട് എടുക്കാൻ പറ്റും. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കി വന്നപ്പോഴത്തേനും ഒരുപാട് സമയം കഴിഞ്ഞു. ആ സമയത്ത് അതൊക്കെ ഓർത്ത് ഞാൻ ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യും. പക്ഷെ പിന്നെ ഞാൻ മനസ്സിലാക്കി, ഇനി റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഇനിയും അത് കഴിഞ്ഞു, അത് പോട്ടെ എന്ന് വെച്ചിട്ട് ഇനി നമ്മൾ മുമ്പോട്ടുള്ള കാര്യം നോക്കി ഇനി അത് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത്. എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇനി അത് ആർക്കും പറ്റരുതെന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് തന്നെ. ആദ്യത്തെ വീഡിയോ ആണ്, എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടാവാം. അത്രേ ഉള്ളൂ. സോ താങ്ക് യു. എല്ലാവരും നന്നായിട്ടിരുന്ന് പഠിക്കുക. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി മുമ്പോട്ടുള്ളത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. വേറെ ഒന്നും ഓർത്ത് ചിന്തിക്കേണ്ട. ഇപ്പം ഞാൻ കുറേ കാര്യങ്ങൾ റിയലൈസ് ചെയ്തു. ഇനി അത് വെച്ചിട്ട് മുന്നോട്ട് പോകും. അത്രേ ഉള്ളൂ. സോ താങ്ക് യു.